ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുളകാണ് കഴുകി ഉണക്കുന്നത്. 5 കിലോ മുളകാണ് ഇന്ന് ഞാൻ കഴുകാനായിട്ട് എടുത്തിരിക്കുന്നത്. ആദ്യം ഇതിലെ കല്ല്, മണ്ണും കച്ചറകളൊക്കെ നീക്കിയതിന് ശേഷമാണ് കഴുകിയെടുക്കുന്നത്. മുളക് കഴുകി കഴിഞ്ഞാൽ ഉണക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മുളകിനുള്ളിൽ വെള്ളം കയറിയാൽ അത് നന്നായിട്ട് കുതിർന്ന് കിടക്കും. പിന്നെ അത് ഒരാഴ്ചയൊക്കെ എടുത്തിട്ടാണ് ഞാൻ വെയിലത്ത് ഉണക്കിയെടുക്കാറ്. നന്നായിട്ട് ഉണങ്ങണമെങ്കിൽ 6-7 ദിവസമെങ്കിലും വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. മുളകിനുള്ളിൽ ഈർപ്പുണ്ടാവുമ്പം അത് പൂപ്പലായിട്ട് മാറും. അഫ്ലടോക്സിൻ എന്നൊക്കെ പറയുന്ന വിഷവസ്തുക്കളായിട്ട് മാറും. അത് ഏറ്റവും മാരകമായ വസ്തുക്കളാണ് നമ്മുടെ ശരീരത്തിന്. അത് ആരും ശ്രദ്ധിക്കാറില്ല. ഇനിയിപ്പോൾ കഴുകാതെ പൊടിക്കാമെന്ന് വിചാരിച്ചാലോ, അതിനകത്ത് വേറെ പല വിഷവസ്തുക്കളും അടങ്ങിയിട്ടുണ്ട്. ഈ വറ്റൽ മുളക് വിപണിയിലെത്തുന്നതിന് മുന്നേ ഒരുപാട് വിഷപ്രയോഗങ്ങൾ നടത്തിയിട്ടാണ് എത്തുന്നത്. 12ഓളം വിഷവസ്തുക്കൾ അതിനകത്ത് പ്രയോഗിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതിൻ്റെ സൂക്ഷിപ്പ് കാലാവധി കൂട്ടാനും കേടാവാതിരിക്കാനൊക്കെ ആയിരിക്കാം, എന്താണെന്നറിയില്ല. ഏതായാലും ഇത്തരം വിഷവസ്തുക്കളൊക്കെ കഴുകാതെ നമ്മൾ പൊടിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെയാണ് എല്ലാം ചെന്നെത്തുന്നത്. നന്നായിട്ട് കഴുകിയാൽ പോലും അതിൽ പലതും നശിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കഴുകാതെ ഉപയോഗിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. ദയവ് ചെയ്ത് ആരും കടകളിൽ നിന്ന് പാക്കറ്റ് മുളക് പൊടികളോ അതുപോലെയുള്ള ഒന്നും വാങ്ങിയിട്ട് ഉപയോഗിക്കാതിരിക്കുക. എന്തായാലും ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഇത് ഉണക്കിയെടുത്ത് കഴുകി ഉണക്കിയെടുത്ത് കാര്യം പൊടിപ്പിച്ച് കൊണ്ടുതരും എന്ന് തോന്നുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാം, ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ അത് ആരാണെന്നോ എങ്ങനെയാണെന്നോ ഏത് പൊടിയാണ് നല്ലതെന്നോ ഒന്നും നമുക്ക് അറിയില്ല. അറിയാൻ പ്രത്യേകിച്ച് മാർഗ്ഗങ്ങളും ഇല്ല. ഞാൻ കടകളിൽ നിന്ന് ഒരു പാക്കറ്റ് മസാലപ്പൊടികളും വാങ്ങിക്കാറില്ല. കഴിയുന്നതും വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാം സാമ്പാർ പൊടിയായാലും ഏത് ഐറ്റം ആയാലും. അപ്പം ഇച്ചിരി ബുദ്ധിമുട്ട് സഹിച്ചാലും അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. അത് ഇതുപോലെ കഴുകി ഉണക്കിയതിന് ശേഷം മാത്രം. അങ്ങനെയൊക്കെയാണെങ്കിലും മല്ലി ഉണക്കുന്ന അത്രയും സിമ്പിളല്ല മുളക് ഉണക്കിയെടുക്കാൻ. അപ്പം നമ്മുടെ ഈ ഡ്രയറിൻ്റെ ഉടമസ്ഥർ എൻ്റെ അടുത്ത് പറഞ്ഞത് മുളക് ഉണക്കാൻ ഒരു 3 മണിക്കൂറാണ്. അപ്പം ഞാൻ ഒരു 6 മണിക്കൂർ വെച്ചു. നന്നായിട്ട് കുതിർന്ന മുളകല്ലേ, ഒരു 6 മണിക്കൂർ സെറ്റ് ചെയ്തിട്ട് ഉണക്കാൻ വെച്ചു. 5 ട്രേയിലാക്കിയിട്ട് 5 കിലോ മുളക്. പക്ഷേ പണിപാളി 6 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോഴും ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. പകുതിയോളം നല്ല ഉണക്കം വന്നിട്ടുണ്ട്, പകുതി നല്ലോണം ഉള്ളൊക്കെ വെള്ളമായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പം ആകെ കൺഫ്യൂഷനായി. മൊത്തത്തിൽ ആയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ കുറേയൊക്കെ ആയതുമുണ്ട്, കുറേയൊക്കെ ആവാത്തതും ഉണ്ട്. അപ്പം ഞാൻ വീണ്ടും അതെല്ലാം പുറത്തെടുത്ത് പകുതി മാറ്റി വെച്ച് ബാക്കി പകുതി 5 ട്രേയിലാക്കിയിട്ട് വീണ്ടും ഉണക്കാൻ വെച്ചു. അതായത് കനം കുറച്ച് വിരിച്ചിട്ടു. പിന്നെ ബാക്കിയുള്ളത് വീണ്ടും ഇതുപോലെ വിരിച്ചിട്ട് ഉണക്കിയെടുക്കുക. അങ്ങനെ മൊത്തം 13 മണിക്കൂർ കൊണ്ടാണ് ഈ 5 കിലോ മുളക് ഉണക്കിയെടുത്തത്. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങി ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഇതാ മൊത്തം മുളക് ഉണക്കിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു 4.5 കിലോളം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു 200 മുളക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് നമുക്ക് പിന്നെ നോക്കാം. ബാക്കിയുള്ളത് കൊണ്ടുപോയി ഞാൻ പൊടിച്ചു, മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് എടുത്ത് അവസാനം 4 കിലോ മുളക് പൊടിയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ കുറേ പേരൊക്കെ കഴുകിയിട്ട് തന്നെ ആയിരിക്കും ഉണക്കി പൊടിക്കുന്നുണ്ടാവുക. ഇനി ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ ഓർത്ത് കുറച്ച് കഷ്ടപ്പാട് സഹിച്ചിട്ടാണെങ്കിലും വീട്ടിൽ കഴുകി ഉണക്കി പൊടിപ്പിക്കുക. മഴക്കാലത്ത് ആരും കഴുകാൻ നിൽക്കല്ലേ, മുളകൊന്നും എല്ലാം കളയേണ്ടി വരും, പൂത്തുപോകും. അപ്പം വേനൽക്കാലത്ത് തന്നെ മഴക്കാലത്തേക്കും കൂടിയുള്ളത് കഴുകി ഉണക്കി പൊടിച്ച് സൂക്ഷിച്ച് വെക്കുക. ഒരു 6 മാസമൊക്കെ സുഖമായിട്ട് നിൽക്കും മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം, ഒരു പ്രശ്നമില്ല. മഞ്ഞൾപ്പൊടി ഒക്കെ ഒരു വർഷം വരെയൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉണക്കി കഴിഞ്ഞാൽ ഒന്നും ആവില്ല. നല്ല എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നാളെ തന്നെ നമുക്ക് കാണാം. അതുവരെ ബായ്.